ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ദേശീയ താൽപര്യത്തിനു വേണ്ടി ഒരേ സ്വരത്തിൽ ന്യായീകരിച്ച ബി.ജെ.പി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ദേശീയ ഐക്യം നിലനിർത്താനുള്ള ത്യാഗമായി ഉയർത്തിക്കാട്ടി ന്യായീകരിക്കാൻ ബി.ജെ.പി. നീക്കം. ദേശവിരുദ്ധ ശക്തികൾ മുതലെടുക്കാതിരിക്കാനാണ് പാർട്ടി ശ്രമിച്ചതെന്നാണ് വ്യാഖ്യാനം. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന യു.പി. ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രക്ഷോഭത്തിന്റെ അലയൊലികളെ ഒതുക്കാൻ ദേശീയതയെ ബി.ജെ.പി. പ്രത്യായുധമാക്കും. പ്രധാൻ രാജി പ്രഖ്യാപിച്ചെഴുതിയ കത്തിൽ സാഹചര്യം ചൂഷണം ചെയ്യാൻ നോക്കുന്ന ദേശവിരുദ്ധ ശക്തികൾക്ക് ഇട നൽകാതിരിക്കാനും ദേശീയ ഐക്യം സംരക്ഷിക്കാനുമാണ് ഒഴിയുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു. സമരം തുടങ്ങിയ ദിവസം തന്നെ രാജിവെക്കാൻ പ്രധാൻ തയ്യാറായിരുന്നതായി മധ്യപ്രദേശിലെ മുതിർന്ന ബി.ജെ.പി. നേതാവ് കൈലാസ് വിജയവർഗിയ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പാർട്ടി നേതൃത്വം അനുകൂലിച്ചില്ല. ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലേതുപോലെ കലാപത്തിന് ദേശവിരുദ്ധ ശക്തികൾ നോക്കിയിരുന്നു. അതിന് ധർമ്മേന്ദ്ര പ്രധാൻ ഇട നൽകിയില്ലെന്നും വർഗീയ പറയുന്നു. പ്രധാന്റെ രാജ്യ താൽപര്യം മുൻനിർത്തിയാണെന്ന വാദം കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കമുള്ള മന്ത്രിമാരും ഉയർത്തുന്നു. ഇക്കുറി സമരം ചെയ്ത വിദ്യാർത്ഥികളെ അപ്പാടെ തള്ളിപ്പറയാതിരിക്കാനുള്ള ജാഗ്രതയും മുതിർന്ന നേതാക്കൾ കാട്ടുന്നുണ്ട്. രാജ്യവും യുവത്വവും വിദ്യാർത്ഥികളും ബി.ജെ.പിക്കാർക്ക് ഏത് പദവിയേക്കാളും പ്രധാനമാണെന്നാണ് അമിത്ഷായുടെ സന്ദേശത്തിൽ പറയുന്നത്. രാജ്നാഥ് സിംഗും വിദ്യാർത്ഥികളുടെ വികാരങ്ങളെ മാനിക്കുന്നതായി വ്യക്തമാക്കി. അവസരം മുതലെടുക്കാതിരിക്കാൻ രാജി അനിവാര്യമാണെന്ന സന്ദേശമാണ് പാർട്ടി നൽകുന്നത്. വിഷയം നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ഘട്ടത്തിലാണ് രാജി അനിവാര്യമായത്. എന്നാൽ രാജിയുടെ ഓളങ്ങളിൽ പാർട്ടി ഉലയാതിരിക്കാനാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ ശ്രമം. അമിത്ഷാ, നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ എന്നിവർ വെള്ളിയാഴ്ച തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ വീട്ടിലെത്തിയിരുന്നു. പുതിയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയ പ്രധാനെ തള്ളിപ്പറയാൻ പാർട്ടിക്ക് കഴിയില്ല. CJP സമരത്തെ നിർവീര്യമാക്കാൻ RSS ഇടപെട്ട് ഉന്നത യോഗം ചേർന്നെങ്കിലും തന്ത്രങ്ങൾ വിജയിച്ചില്ലെന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. പാർലമെന്റ് മാർച്ചോടെ സ്ഥിതി വഷളായപ്പോൾ ജൂലൈ 22-നായിരുന്നു രഹസ്യ യോഗം. പ്രധാനമന്ത്രിയും അമിത്ഷായും JP നഡ്ഡയും ജിതേന്ദ്ര പ്രസാദും സർക്കാർ ഭാഗത്തു നിന്നും പങ്കെടുത്തു. RSS സർക്കാര്യവാഹക് ദത്താത്രേയ ഹൊസബളെ, സർവകാര്യവാഹകന്മാരായ കൃഷ്ണഗോപാൽ, അരുൺകുമാർ എന്നിവരും സംബന്ധിച്ചു. പ്രധാൻ തുടരുന്നതിനെ പറ്റി നരേന്ദ്രമോദിക്ക് ആശങ്കയുണ്ടായിരുന്നെങ്കിലും അമിത്ഷാ പിന്തുണച്ചു. രാജി ഒരു സാധ്യതയായി കണ്ടുകൊണ്ട് തന്നെ 5 ദിവസത്തെ കർമ്മ പരിപാടി തയ്യാറാക്കി. വാങ്ചുക്കിനെ കൊണ്ട് നിരാഹാരം അവസാനിപ്പിക്കുക, നരേന്ദ്രമോദി ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെടുക, സമരസ്ഥലത്ത് സ്വന്തം ആളുകളെയും എത്തിക്കുക എന്നിവയായിരുന്നു പരിപാടികൾ. വാങ്ചുക്കിൻ്റെ നിരാഹാരം 22-ന് അവസാനിപ്പിക്കുന്നതിൽ വിജയിച്ചു. പക്ഷേ മറ്റ് പരിപാടികളൊന്നും വിജയിച്ചില്ല. മോഹൻ ഭാഗവതും വിദ്യാർത്ഥികളുടെ മേൽ അഭിപ്രായം അടിച്ചേൽപ്പിക്കരുതെന്ന സൂചന നൽകി. അതോടെ പ്രധാന്റെ രാജി മാത്രമേ വഴിയുള്ളൂവെന്ന് വ്യക്തമായി.